പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്വർഗമുയർത്തിയ മഹാവിശുദ്ധയായ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ വലിയ മാതൃകയും ആ അമ്മയിൽ നിറഞ്ഞ കൃപകളും അമ്മയുടെ പ്രാർത്ഥനയിലൂടെ സംഭവിച്ച അത്ഭുതകരമായ മാനസാന്തരവും അഭിഷേകമായി കൃപയായിട്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് ഈ പുണ്യദിനത്തില് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ മക്കളെ, ഇവിടെ കുടുംബങ്ങളെ ഈ പുണ്യദിനത്തില് മോണിക്ക പുണ്യവതിയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തില് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വർഷം നമ്മളിന്ന് പൂർത്തിയാക്കുകയാണ്. അച്ഛന് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു വലിയ കൂട്ടായ്മയെ ദൈവം ഒരുക്കി. അനേകായിരങ്ങളെ, ഓർക്കാം, 10,000-കണക്കിന് മക്കളെ ഈ ഒരു വർഷത്തിനിടയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ദൈവം ഇടയാക്കി. ദൈവം ആരംഭിച്ചു, ദൈവം നയിച്ചു, ദൈവം തന്നെ പൂർത്തിയാക്കി. അതിന് ഈ പാവപ്പെട്ട നമ്മളെ കർത്താവ് ഉപകരണമാക്കിയെന്ന് ഓർക്കുമ്പോ, എന്റെ പൗരോഹിത്യത്തെ ഓർത്ത്, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെ ഓർത്ത്, നിങ്ങൾ എല്ലാവരെയും ഓർത്ത് സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് മോണിക്ക പുണ്യവതിയുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെയും പ്രത്യേകമാവിധത്തില് ആ മോണിക്ക പുണ്യവതിയുടെ മാതൃകയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ മക്കളോടും ചേർന്ന് ദൈവത്തിന് നന്ദി പറയണം. പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു വിളിയാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വിളി. ഈ ദിവസങ്ങളിലൊക്കെ, ഈ വർഷം മുഴുവനും ഒത്തിരി മേഖലകൾ, ഇന്ന് കുടുംബങ്ങളില്, ഇന്ന് ദേശത്തില്, സമൂഹത്തില്, മക്കളില്, മീഡിയയില് ആഭിചാര്യത്തിന്റെ, വശീകരണത്തിന്റെ, ലൗകികാദിന്റെ, വശീകരണ യന്ത്രങ്ങളുടെ, അങ്ങനെ പൈശാചിക ആരാധനകള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സകലമാന മേഖലകളിലേക്കും കർത്താവ് നമ്മളെ കൊണ്ടുപോയി. അനേകം അനുഭവങ്ങൾ, അനേക സത്യങ്ങള് ഒരു മടുപ്പില്ലാതെ, അല്ലെങ്കിൽ ഇടതടവില്ലാതെ, മറയില്ലാതെ കർത്താവ് നമ്മോട് പറഞ്ഞു, പങ്കുവച്ചു, അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചു. എന്തിനെന്നറിയോ? നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പിശാചിന്റെ പ്രവൃത്തികൾ വെളിപാട് 12 പറഞ്ഞ പോലെ അല്പസമയം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ പിശാച് വലിച്ചെറിയപ്പെട്ടു ഭൂമിയിലേക്ക്. അവന്റെ പ്രവൃത്തികൾ ഈ അന്ത്യകാലത്തിൽ എന്ന പോലെ അതിശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. മക്കളെ, പിശാചിന്റെ പ്രവൃത്തികൾ അതിശക്തമാണ്. എവിടെ നോക്കി? അക്രമങ്ങള്, അനീതി, വൈകൃതങ്ങള്, മ്ലേച്ഛതകള്, അശുദ്ധി, മദ്യപാനം, വഴിപിഴച്ച ജീവിതത്തെ, പാപം നിറഞ്ഞ ജീവിതത്തെ പ്രൊമോട്ട് ചെയ്ത് അതിനെ മഹത്വവൽക്കരിച്ച് അത് മീഡിയയിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, മറ്റ് ബന്ധങ്ങളിലൂടെ, സമൂഹങ്ങളിലൂടെ വ്യാപരിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട മക്കളെ, ദൈവമക്കൾ നശിച്ചു പോകാതിരിക്കാൻ ഉറച്ചു നിൽക്കേണ്ട, ദൈവത്തിന്റെ ശക്തി കരുത്തും ആർജിക്കേണ്ട ഈ കാലഘട്ടത്തിൽ വലിയൊരു ശുശ്രൂഷ കർത്താവ് ഒരുക്കി. അതുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ ദിനത്തില് വലിയൊരു കർത്താവിന്റെ പ്രവൃത്തി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ വർഷം ഈ ദിവസം ആരംഭിച്ച ഈ ശുശ്രൂഷ ഇന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോ ഇതൊരു വർഷത്തേക്കുള്ള പ്രാർത്ഥനയല്ല. മോണിക്ക പുണ്യവതി 19 വർഷം മകന് വേണ്ടി, ഭർത്താവിന് വേണ്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു. അതുപോലെ നമ്മള് മുടങ്ങാതെ ഈ ശുശ്രൂഷ പല മേഖലകളില്, പല അവസ്ഥകളില് കർത്താവിന്റെ ഇടപെടല് നമുക്കുണ്ടാകാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മരിക്കണവരെ, നമുക്ക് ആയുസ്സുള്ളിടത്തോളം കാലം, എഴുന്നേറ്റ് സംസാരിക്കാൻ പറ്റുന്ന കാലം വരെ ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മുടങ്ങാതെ നമുക്ക് കൊണ്ടുപോകണം. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് മോണിക്ക പുണ്യവതിയുടെ പ്രത്യേക മധ്യസ്ഥത്തില് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി ഇന്നലെ പറഞ്ഞ പോലെ സ്ഥിരോത്സാഹത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ, നിരാശപ്പെടാതെ, സ്വർഗത്തെ കണ്ട്, നിത്യതയെ കണ്ട്, ഇനി മരിക്കണ സമയം വരെ
ഒരു മാനസാന്തരവും അല്ലെങ്കിൽ ഒരു മാറ്റവും നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്കും ഒരു കണ്ണുനീരിനും ഒരു വിലാപത്തിനും പ്രത്യുത്തരം ലഭിക്കാതിരിക്കത്തില്ല സ്വർഗത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മള് ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് അതിനുവേണ്ടി ഇന്ന് പ്രത്യേകം ഈ തിരുനാൾ ദിനത്തിൽ പ്രാർത്ഥിക്കാം. നാളെ അച്ഛൻ പറഞ്ഞ പോലെ നമ്മള് അഗസ്തീനോസ് പുണ്യവാള തിരുനാള് നമ്മള് മോണിക്ക പുണ്യമതിയുടെ മധ്യസ്ഥതയില് 9 ദിവസം നൊവേന ആരംഭിക്കുകയാണ്. ഞാൻ കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദിവ്യകാരണ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സമൂഹങ്ങളെ കർത്താവ് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുക. പറയുന്നവരൊക്കെ അച്ഛാ ഇത് കാലഘട്ടത്തിന്റെ ശുശ്രൂഷയാണ്, നമ്മൾ ചെയ്യണം. പിശാച് ശക്തമായിട്ട് അലറുമ്പോ അവൻ പിടിച്ചെടുത്ത സ്ഥലങ്ങളെ തിരിച്ചു പിടിക്കാൻ കർത്താവുമായിട്ട് നമുക്ക് പോകണം. ഒത്തിരി ഗ്രൂപ്പുകൾ, സിസ്റ്റേഴ്സ്, ശുശ്രൂഷകരായിട്ടുള്ള കൂട്ടായ്മകള്, അനേകം മക്കള് പറയുന്നവരൊക്കെ ഈ സന്ദേശം പറയുമ്പോഴൊക്കെ അത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് സ്വീകരിക്കപ്പെടുന്ന വലിയ അനുഗ്രഹം. ഞങ്ങൾക്ക് ഈ വാഹനം വെച്ചിരിച്ചപ്പോ അഭിവന്യ പിതാവ് കോതമംഗലം മടത്തിക്കടത്തി പിതാവ് പറഞ്ഞു, കൊച്ചാ നമുക്ക് ചെയ്യണം. പിതാവ് കോതമംഗലം രൂപത മുഴുവൻ ഫൊറോന ഇടവകൾ ബേസ് ചെയ്തുകൊണ്ട് ദിവ്യഗാന പ്രദർശനങ്ങൾ നടത്തി. അതിന്റെ മാറ്റങ്ങള് പ്രിയപ്പെട്ടവരെ, പിശാച് പിടിച്ചെടുത്ത ദേശങ്ങളെ, കുടുംബങ്ങളെ, മക്കളെ തിരിച്ചു പിടിക്കാൻ കർത്താവുമായിട്ട് നമുക്ക് യുദ്ധം ചെയ്യണം. കർത്താവിനെ കൊണ്ട്, കർത്താവിനെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇത് പരസ്യമായിട്ട് നമ്മൾ നമ്മുടെ കൂട്ടായ്മയിൽ പറയുമ്പോ നമ്മൾ രഹസ്യമായ അറ്റാക്കുകൾ, ഇന്ന് അച്ഛൻ പറഞ്ഞ നിഗൂഢമായ പൈശാചിക പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുമ്പോ രഹസ്യമായി തന്നെ ടോർപിഡോ പരിപാടി നമ്മൾ നിഗൂഢമായി തന്നെ ആത്മീയ പോരാട്ടത്തിൽ ഏർപ്പെട്ടേ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കൂടുതൽ അഭിഷേകത്തോടെ, കൂടുതൽ ശക്തിയോടെ, കൂടുതൽ വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥന തുടങ്ങാം. കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം ഇനി നാനാജാതി മതസ്ഥരുടെയും മാനസാന്തരത്തിനു വേണ്ടി നമ്മൾ ശക്തമായിട്ട് ഇനി പ്രാർത്ഥിക്കാൻ പോവാം. എല്ലാവരും ദൈവത്തെ അറിയണം. സകല ജനപദങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയായ യേശുവിനെ പ്രഘോഷിച്ച് യേശുവിനാൽ സകല ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകം മറ്റു മതവിഭാഗത്തിൽപ്പെട്ട മക്കള് കർത്താവിനെ അറിയണം. അതിനൊക്കെ വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കാൻ പോവാം. പ്രിയപ്പെട്ട മക്കളെ, വലിയ അഭിഷേകവും കൃപയും നിറഞ്ഞ ഒരു ശുശ്രൂഷയായിട്ട് മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നിങ്ങൾ ഈ ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കണേ. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, സുവിശേഷ വേലയാണ്. അനേകരും പങ്കെടുക്കട്ടെ, അനേകരും ഇതിൽ ഉൾച്ചേർന്നുകൊണ്ട് പങ്കുവയ്ക്കട്ടെ. എല്ലാവർക്കും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആയിരങ്ങൾ, ലക്ഷങ്ങൾ, 10,000-കണക്കിന് മക്കൾ ഒരുമിച്ച് കൂടി യുദ്ധത്തില്, ഈ പ്രാർത്ഥന യുദ്ധത്തില്, ഈ ആത്മീയ പോരാട്ടത്തില് ഒരുമിച്ച് നിൽക്കാനിടയാകട്ടെ. നമുക്ക് മധ്യസ്ഥയായി പരിശുദ്ധ അമ്മയുണ്ട്, മോണിക്ക പുണ്യമതിയുണ്ട്, യോസേപ്പ് പിതാവുണ്ട്, അഗസ്തീനോസ് പുണ്യവാളനുണ്ട്. സ്വർഗത്തിന്റെ ഒരു വലിയ നിര തന്നെ നമ്മുടെ കൂടെയുണ്ട്. വലിയ പ്രാർത്ഥനയോടെ ഈ തിരുനാൾ ദിനത്തില് ഈ അഭിഷേകം പ്രാപിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യഗാന സന്നിധിയില് നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വലിയൊരു സത്വാത്മ പറയാനുണ്ട്. ചെറിയ ഹിന്റ് തരാം. അതായത് കരുണയുടെ ജപമാല അച്ഛനിലൂടെ ആ പാട്ട് കേട്ടോ. ഈശോയുടെ അതിദാരുണമാം ആ പ്രാർത്ഥന കർത്താവ് ഒരുക്കിയ ഒരു ട്യൂണാണ്. അത് വലിയൊരു തലത്തിലേക്ക് കർത്താവ് ഉയർത്താൻ പോവാം. അതെന്തെന്ന് വെച്ചാൽ പിന്നെ പറയാം. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് ട്യൂണൊക്കെ കൊടുത്ത ബേബി ജോൺ കലയന്താനി കഴിഞ്ഞ ദിവസം വിളിച്ചൊരു കാര്യം പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടാനുകൂടി മക്കളിലേക്ക് എത്തിക്കുന്ന ഒരു അഭിഷേകം കർത്താവ് പ്രത്യേകം ഒരുക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട മക്കളെയും അതുമായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷകളെയും നിങ്ങളത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ബാക്കി കാര്യങ്ങൾ അച്ഛൻ വഴിയെ പറഞ്ഞോളാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട് മക്കളെ. സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടലുണ്ട് മക്കളെ. നമ്മുടെ പ്രാർത്ഥനയൊന്നും വൃഥാവിനായി പോവില്ല മക്കളെ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, വലിയ സന്തോഷത്തോടെ മോണിക്ക പ്രയർ ആരംഭിച്ച ഈ പുണ്യദിനത്തില് 1 വർഷം പൂർത്തിയാക്കി അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ അങ്ങയുടെ മക്കളെ ജീവനോടെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ 1 വർഷക്കാലം ഈ പ്രാർത്ഥനയില് പങ്കെടുത്ത മക്കള്
ഇടയ്ക്ക് വന്ന് പോയ മക്കള്, കർത്താവേ പ്രാർത്ഥനയില് മുടങ്ങിപ്പോയ മക്കള്, സ്ഥിരോത്സാഹത്തോടെ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന മക്കള്, എല്ലാവരെയും ഓർത്ത് നന്ദി പറഞ്ഞ് കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ തിരുനാൾ ദിനത്തില് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഓരോ കാര്യങ്ങളും അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. ഈ കാലഘട്ടം, അതിന്റെ അപകടങ്ങള്, യുദ്ധസമാനമായ ശത്രുവിന്റെ ആക്രമണങ്ങള്, ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് ശക്തമായി പ്രാർത്ഥിച്ച് അങ്ങയെ കൂടെ നിർത്തി യുദ്ധം ചെയ്യാൻ അങ്ങ് ഞങ്ങളെ പ്രേരിപ്പിച്ചല്ലോ. കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് മോണിക്ക പുണ്യവതിയെ പോലെ നിരന്തരം പ്രാർത്ഥിച്ച് സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിച്ച് സ്വർഗത്തെ കണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഒരു വർഷക്കാലം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ ഒത്തിരി ക്ഷീണവും മടുപ്പും ഒത്തിരി കാര്യങ്ങളും തടസ്സങ്ങളും ശുശ്രൂഷകളും ഉണ്ടായിട്ടും ഈ ശുശ്രൂഷ മുടങ്ങാതെ കർത്താവെ അങ്ങാണ് നയിച്ചത്. നന്ദി പറയുന്നു. അതിനങ്ങ് നൽകിയ അഭിഷേകത്തെ ഓർത്ത്, മനസ്സിനെ ഓർത്ത്, ആരോഗ്യത്തെ ഓർത്ത്, സൗകര്യങ്ങളെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. യൂട്യൂബ് ചാനലിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ചാനല്, ഒരു മീഡിയ, ഒരു പ്ലാറ്റ്ഫോം അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി തന്നല്ലോ. അതിന് കാരണമായ എല്ലാ മക്കളെയും ഓർക്കുന്നു. എഡിറ്റ് ചെയ്ത മക്കള്, കർത്താവെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട മക്കള്, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച മക്കള്, എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ ചാനലും ശുശ്രൂഷയും അനേകരിലേക്ക് പങ്കുവെച്ച് ഇതുവരെ എത്തിച്ച എല്ലാ മക്കളെയും ഓർത്ത് നന്ദി പറയുന്നു. ഇനിയും കർത്താവെ അനേക മക്കള് ഇതിലേക്ക് കടന്നു വരട്ടെ, ഈ ചാനലില് കർത്താവെ പങ്കുചേരട്ടെ, ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ഈ കൂട്ടായ്മയിൽ പങ്കുചേരട്ടെ. ഈ ദൈവിക ശുശ്രൂഷ, ഈ സുവിശേഷ വേല അനേകരിലേക്ക് എത്തിക്കാൻ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ഷെയർ ചെയ്ത് അനേകരെ പങ്കെടുപ്പിക്കാൻ അനേകരെ കൂട്ടിച്ചേർക്കണമേ. കർത്താവേ ഞങ്ങളുടെ മക്കൾ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും കാണട്ടെ അഗസ്തീനോസിനെ പോലെയുള്ള മാനസാന്തരങ്ങൾ അനേക വിശുദ്ധര് സഭയിൽ ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥനയിലൂടെ അനേക വിശുദ്ധര് കർത്താവെ സഭയിൽ ഉണ്ടാകട്ടെ. അനേക അമ്മമാര് വിശുദ്ധരാകട്ടെ, അനേകം അപ്പന്മാര് വിശുദ്ധരാകട്ടെ, അനേക മക്കള് വിശുദ്ധരായി തീരട്ടെ. എല്ലാ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മോണിക്ക പുണ്യവതി തിരുനാൾ ദിനത്തില് എല്ലാ അഭിഷേകങ്ങൾക്കും പ്രാർത്ഥിക്കും. അനേക വിശുദ്ധരുണ്ടാകാൻ ഈ ശുശ്രൂഷ കാരണമായിട്ട് മാറണം. കർത്താവേ അങ്ങയുടെ ഇടപെടല്, അങ്ങയുടെ ശക്തി, അങ്ങയുടെ വലിയ കരുണ ഞങ്ങളിലേക്ക് പ്രകടിപ്പിക്കണമേ. അപ്പം തന്നെ കർത്താവേ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകരുണയുടെ ജപമാല ആ ട്യൂണായിട്ട് ഒരുക്കിയപ്പോ അത് പുതിയൊരു തലത്തിലേക്ക് അങ്ങ് ഉയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ കരുണ അനേകര് അനുഭവിക്കാൻ ഇടയാകത്തക്ക വിധം എല്ലാ ശുശ്രൂഷകളെയും കർത്താവെ ഓർന്ന് അഭിഷേകം ചെയ്യണമേ. വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് ഈ തിരുനാൾ ദിനത്തില് മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയില് ദൈവികാനുസരണത്തിൽ പ്രത്യേകം സമർപ്പിക്കുക. കർത്താവ് വലിയ അനുഗ്രഹങ്ങളും വലിയ കൃപകളും ചൊരിഞ്ഞ് നമ്മെ ആശീർവദിക്കുകയാണ്. പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ ദിനത്തില് എല്ലാ വരങ്ങളും കൃപകളും ചിന്തിക്കൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ഈ കൂട്ടായ്മയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും സ്വീകരിച്ച് നന്ദി പറഞ്ഞ് സ്വീകരിച്ച മക്കളെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഈ മോണിക്ക പുണ്യവതിയുടെ ഈ പ്രാർത്ഥനയുടെ വാർഷികത്തിൻ്റെ ഈ ദിനത്തില് പ്രത്യേകമായ കൃപകൾ ചൊരിഞ്ഞ് അനുഗ്രഹങ്ങൾ വർഷിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇതിന് വലിയ സമ്മാനം കർത്താവെ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.